ഗ്രാൻഡ് ഫിനാലെ ആയിട്ടെ ഈ കണ്ടസ്റ്റൻസിന്റെയും ലിറ്റിൽ ഏഞ്ചൽസിന്റെയും പാട്ടല്ലാതെ എനിക്കും ലാലേട്ടനും എൻജോയ് ചെയ്യാൻ ജഡ്ജസിന്റെ ഐറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുന്നല്ലേ ലാലേട്ടാ, നമ്മുടെ കൂടെ ഇരുന്ന് വേണം എൻജോയ് ചെയ്തോളൂ. നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ജഡ്ജസിന്റെ ഒരു ഏട് രണ്ടുപേരുണ്ട്. ആരൊക്കെയാണ്? MC അങ്ങളും റിമി ചേച്ചിയാണ്. വെൽക്കം. അന്തിപ്പൊൻവെട്ടം മെല്ലെ താഴുമ്പോൾ, അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ്, വിണ്ണിൻ മാണിക്കച്ചെപ്പ്. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ്, വിണ്ണിൻ മാണിക്കച്ചെപ്പ്. തിരിയിട്ടു കൊളുത്തിയ 1000 വിളക്കുകൾ എരിയും നമ്പര നടയിൽ, തിരിയിട്ടു കൊളുത്തിയ 1000 വിളക്കുകൾ എരിയും നമ്പര നടയിൽ. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ്, വിണ്ണിൻ മാണിക്കച്ചെപ്പ്. സ്വപ്നത്തിൽ ചെറുമൺകൂടിൽ തീർത്ത് കരിമിഴിയാളെ ഞാൻ കൊണ്ടുപോകാം, കരിമിഴിയാളെ ഞാൻ കൊണ്ടുപോകാം. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പം, മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ്, വിണ്ണിൻ മാണിക്കച്ചെപ്പ്. താനാ തിന്തി താന തിന്തി താന തിന്തി താന തന തന തിന്തി താന തിന്തി താന താനാ തിന്തി താന തിന്തി താന തിന്തി താന തന തന തിന്തി താന തിന്തി താന താനാ തിന്തി താന തിന്തി താന തിന്തി താന തന തന തിന്തി താന തിന്തി താന താനാ തിന്തി താന തിന്തി താന തിന്തി താന തന
മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ ഒരു വശത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം മനോഹരമായി പാടുന്ന ഒരു വ്യക്തി കൂടാണെന്ന് പണ്ട് പാടിയ പാട്ടുകൾ തൊട്ട് നമുക്കറിയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം ബരോസ്. എല്ലാ ആശംസകളും നേരുന്നു. ആ ബരോസിൽ മനോഹരമായിട്ട് ലാലു പാടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്, ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിയാൽ വലിയ സന്തോഷമായിരുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇന്നിവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഓർക്കസ്ട്രയും പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന അണ്ണാച്ചി, ബിന്നി, റിമി, ഇവർക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുള്ളൊരു പാട്ടുണ്ട്. തിരനോട്ടത്തിൽ അണ്ണൻ ആദ്യത്തെ സൈക്കിൾ ചവിട്ടി പോകുന്നൊരു രംഗമുണ്ട്. അപ്പോൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നസീർ സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. പ്ലീസ്. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ കുളിക്കും പുഴക്കടവിൽ, അലഞ്ഞൊറിയും പൂങ്കാറ്റേ. അവൾ കുളിക്കും പുഴക്കടവിൽ, അലഞ്ഞൊറിയും പൂങ്കാറ്റേ. പുതിയൊരു ലക്ഷയിൽ മുങ്ങി പൊങ്ങും പൂമൈ കണ്ടിട്ടുണ്ടോ? അവളുടെ പൂമൈ കണ്ടിട്ടുണ്ടോ? ആഹ കണ്ടിട്ടുണ്ടോ? സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ കൊടുക്കാൻ പുടവയുമാ അരികിലെത്തും പൊൻവെയിലേ. അവൾ കൊടുക്കാൻ പുടവയുമാ അരികിലെത്തും പൊൻവെയിലേ. അനുരാഗത്തിൻ മധുരം നിറയെ ഹൃദയം കണ്ടിട്ടുണ്ടോ? അവളുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ? ആഹ കണ്ടിട്ടുണ്ടോ? സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം, താമസിക്കും ഗ്രാമം, താമസിക്കും ഗ്രാമം. ലാലു, ഈ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഒരു ഭാഗമാണിത്. അറിയാം. ഇത് ജഗ കില്ലാടികളും കില്ലാടനുമാണ്. ഏഞ്ചൽസ് എന്നൊക്കെ പേരേ ഉള്ളൂ. ആ നടുക്ക് നിൽക്കുന്നവനാണ് പ്രേം നസീർ സാർ.
ഈ ഞാൻ പേര് ഇടത്തെ സൈഡിൽ നിൽക്കുന്നതാണ് ഷീലാമ്മ, മറ്റേത് ജയഭാരതി. ജയമാലല്ല ജയഭാരതി. ഇതൊക്കെ ആരാണ്? ഞാൻ പറഞ്ഞുതരാം. അണ്ണ ആദ്യം നിൽക്കുന്ന നടുക്ക് നിൽക്കുന്നവൻ ഇവാൻ അല്ലേ? അവനാണ് ഇവിടുത്തെ സെൻട്രൽ ക്യാരക്ടർ. ഇവിടെ 5-6 ഇതുപോലത്തെ ഇതേ സൈസിലുള്ള പെൺകുട്ടികളുണ്ട്, കൊച്ച്. അവർക്കെല്ലാം ഇവനെ വേണം. അത് അത് സത്യമോ? സത്യം. എനിക്ക് ഇഷ്ടമാണ്. അല്ല, ഇപ്പൊ അടിയുണ്ടാക്കല്ലേ മക്കളെ. ഇന്ന് ഓണമാണ്, അടിയുണ്ടാക്കരുത്. ലാൽ സാർ ഇരിക്കുകയാണ്, പറയട്ടെ. അത് ലച്ചൂട്ടി ഇടത്തെ സൈഡിൽ നിൽക്കുന്ന ആ പച്ച മഞ്ഞ ഒക്കെ ഉള്ള താരയാണ്. താര അതേണ്ടേ കൈവൊക്കെ താര. ആ താര. അങ്ങനെ ഒരു പാട്ടില്ലേ? താരേ. അപ്പൊ ഇവരൊരു പാട്ട് 3 പേരും കൂടെ പാടാൻ പോവാണ്. അത് അണ്ണന്റെ പാട്ടാ പാടുന്നത്. ദൈവമേ, വെരി ഗുഡ്, നന്നായിരിക്കട്ടെ. അത് പാടിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള രഹസ്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പറയട്ടെ. ആ, നിന്നെ പറ്റി കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഏതാണ് അറിയില്ല. ദൈവമേ, ഓക്കെ കേൾക്കാം. വെരി ഗുഡ്. അല്ല, എം ജി അങ്കിള് ഇപ്പോ പഠിച്ചോണ്ടെന്ന് മറന്നുപോയോ? ഇപ്പൊ എന്തിനാ ഇവിടെ വൈകിക്കുന്നത്? പറഞ്ഞു. എം ജി അങ്കിള് നമ്മള് ഒരുമിച്ച് എല്ലാ ദിവസവും കളിക്കലുണ്ട്. റൂമിൽ നിന്ന് അപ്പുറത്തേക്ക് ഇക്കുറത്തേക്കൊക്കെ പോകും. എന്റെ 8th ഫ്ലോർ ആണ്, എന്റെ 4th, ഇവള് 4th. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോകും. ചിലപ്പോ ഇടക്കിടക്ക് കട്ടീസ് ഇട്ടീസും വിൻഡീസും ഒക്കെ ഉണ്ടാവും. എടി, അതൊന്നും ഇവിടേക്ക് ഇവാൻ കുട്ടാ, നീ ആർക്ക് വേണ്ടിയാ ഈ പാട്ട് പാടുന്നത്? ലച്ചുക്കുട്ടനാണോ അതോ താരക്കുട്ടനാണോ? എനിക്ക് ഇങ്ങനെ കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. നമ്മള് രണ്ടുപേർക്ക് ഇവന് ഇഷ്ടം തന്നെ അല്ലേ? ലച്ചു ഒരു അഡ്ജസ്റ്റ്മെന്റിന് എനിക്കറിയാം. എന്തോ അറിയാം. പിന്നെ എനിക്കറിയാം രണ്ടുപേരെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഇവിടെ അടിയും അടിച്ചതല്ലേ. പക്ഷെ ഞാൻ ചോദിച്ച അതല്ല, ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചപ്പം ഇദ്ദേഹത്തിനെയാണ് പറയുന്നില്ല. ലാലു ആണ്. ആ, എനിക്ക് അവിടെ ഇരിക്കുമ്പോളേ പറഞ്ഞിക്ക് എനിക്ക് ലാലങ്കിളിനെ കാണണം, ലാലങ്കിളിനെ കാണണം. നീ പോയടാ. തീർന്നു മോനെ. ലാലങ്കിളിനെ കാണുന്ന കൊറേ സീറ്റ് ഒത്തിരി ഇഷ്ടമല്ല. കേക്കടാ നീ ഇത്രയും നാള് കൊണ്ടുവരുന്ന പോയോ? അങ്ങനെ ഒരു പാട്ടുണ്ട്, അറിയോ? കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, കാക്കച്ചി കൊത്തി പോയി. സാരമില്ല, ഇവനൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്താന്ന് മനസ്സിലായില്ല. ആരെ മാങ്ങയോ എന്തോ കൊണ്ടുപോയെന്നൊന്നും ഇതെന്തോ കളഞ്ഞ ഒരാളെ പോലെ നിൽക്കുന്നു മാങ്ങയുടെ അകത്തുള്ള. എനിക്ക് ലാലങ്കിള് ഞാൻ അവിടെ സീറ്റിൽ ഇരുന്നപ്പോഴും ഞാൻ ലാലങ്കിള് ചോദിച്ചു, ഇവൻ വരും ഒന്നും ഒരു മൈൻഡും ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര കൊതിയാവുന്നുണ്ടായിരുന്നു. എന്റെ ഹാർട്ട് ഭയങ്കര ഇങ്ങനെ പൊട്ടിത്തെറിക്കാനാവുന്ന പോലെയാണ്. എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ലേ എം ജി അങ്ങള് ലാലേട്ടനെ കൊണ്ട് കൊണ്ടുവന്നേ. സത്യം പറയണം, അങ്ങളല്ലേ നേരത്തെ ഒരു പാട്ടിന് പറഞ്ഞു? പരമസത്യം. സത്യമാണോ? ഇജോക്കുട്ടൻ ആരെയാ ഇഷ്ടം? എനിക്ക് ലാലങ്കളി ഇഷ്ടം. ഇപ്പൊ എല്ലാരും കൂടെ അങ്ങോട്ടായി. എനിക്ക് ലാലങ്കിളി ഇഷ്ടം, ഇജോക്കുട്ടൻ ലാലങ്കിളി ഇഷ്ടം, ലച്ചു. 3 പേർക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ആ പാട്ട് നോക്കി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ അതിന് നോക്കിയ എന്നിട്ട് കമന്റ്സ് ഒക്കെ പറയാം. ഓൾ ദി ബെസ്റ്റ് മക്കളെ. Thank you. പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തെടിയൊടിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടി ഒളിഞ്ഞു കണ്ടു
പമ്പ ചിരിച്ചു ചന്നം ചിഹ്നം മുത്തു തെറിച്ചു തുഴയിൽ ചിതറി വെള്ള താമര തെന്നി തെന്നി പമ്പ ചിരിച്ചു ചന്നം ചിഹ്നം മുത്തു തെറിച്ചു പുഴയിൽ ചിതറി വെള്ള താമര ഉലക്കയ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു ഉലക്കയ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും പാടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല കാതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു രസിച്ചു മനസ്സിൽ മയങ്ങും സ്വപ്നമരം കാതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു രസിച്ചു മനസ്സിൽ മയങ്ങും സ്വപ്നമർമരം ഇക്കിളിക്ക് പൊന്നിലങ്ക കാതോല കൈവള പളുങ്ക് മോതിരം ഇക്കിളിക്ക് പൊന്നിലങ്ക കാതോല കൈവള പളുങ്ക് മോതിരം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തെടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാലേ വിരൽ മുറിഞ്ഞോ മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. ആഹാ Thank you. എന്തല്ലേ അല്ല ഞാൻ അങ്ങനെ ആലോചിക്കുകയെ നിങ്ങളൊക്കെ വലിയ പാട്ടുകാരാണ് നിങ്ങളുടെ പാട്ട് ആ കുട്ടികളൊക്കെ പാടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും ഞാൻ പാട്ടുകാരനല്ല പക്ഷെ ഞാൻ പാടിയൊരു പാട്ട് ഇവർ പാടുന്ന കേട്ടപ്പോഴേ ഭയങ്കര സന്തോഷം ഗംഭീരായിരുന്നു Thank you. ഇതിൽ ആരെങ്കിലും എനിക്ക് ഒരാളെ കിട്ടുമോ കൊണ്ടുപോകാൻ വീട്ടിൽ കൊണ്ടുപോകാൻ അയ്യോ ഒരാളെ കിട്ടുമെന്ന് കൊണ്ടുപോകാൻ ഒരാൾ നിർവികാരനായിട്ട് നടത്തി നിൽക്കുന്നു. നീ ഔട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് എനിക്ക് ലാലങ്ങളുടെ അടുത്ത് വരണം. അപ്പോ ഞാൻ വീട്ടിൽ എനിക്ക് കൊണ്ടുപോകും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ലാലങ്ങളെ ഒന്ന് കാണണം കെട്ടിപ്പിടിച്ച് ഉമ്മ അയ്യോ ഒന്ന് ഓടിച്ചെല്ലടാ അയ്യോ ആഹാ എന്താ എനിക്കെന്താണ് ഓണായിട്ട് എനിക്ക് ലാലങ്കളെന്ന് എനിക്ക് ഒരു ലക്ഷിക്കായോ ഹാപ്പി ഓണം. എവിടെയാണ് വീട് വീട് കോഴിക്കോട്. എൻ്റെ കൂടെ വരുന്നോ വീട്ടിൽ പോ അന്ന ഞെട്ടി. അയാൾ എന്ത് ചെയ്യും പാവം ഇജോക്കുട്ടൻ. ഇജോക്കുട്ടനും വന്നോട്ടെ. അതെങ്ങനെ? ഓണക്കാലം അല്ലേ ഒന്നെടുത്താ ഒന്ന് ഫ്രീ. ഓ താങ്ക് യു ഒരുപാട് സന്തോഷം ഹാപ്പി ഓണം ഹാപ്പി ഓണം. താങ്ക് യു ലാലങ്ങളെ ഈ ലാലങ്ങള് കൊറേ സിനിമയിൽ ഇങ്ങനെ അടിപിടിയൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. അതിലൊരു സിനിമയാണ് പുലിമുരുകൻ. ആ പുലിമുരുകൻ പിന്നെ കിലും പിന്നെ തേന്മാവിൻ കൊമ്പത്ത് കിലു അല്ല കിലു ചിത്രം ഏക്ക് മുത്തുകൾ. ഓ അങ്ങളത് ഞാൻ ചെവി പറഞ്ഞു കൊടുത്ത കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാലെങ്കിലും പറയണം. അരയിലൊടനലി കടലിലൊടിയില്ല അരയിലൊടനലി കടലിലൊടിയില്ല അരയിലൊടനലി കടലിലൊടിയില്ല. എനിക്ക് പറ്റില്ല ഒന്നുകൂടെ പറഞ്ഞേ നിർത്തി പറഞ്ഞേ പയ്യെ പറഞ്ഞേ അരയിലൊടനലി കടലിലൊടിയില്ല
അരയിൽ ഒരു ഒരണലി. ഇത് പറയാൻ കഴിയോ? സവായി ഗിരിഗിരി. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരി അണ്ണാച്ചി കുറച്ച് കഷ്ടമായിരിക്കും. ലാലങ്ങളുടെ വൈശാഖ സന്ധ്യയില്ലേ, ഇവൻ ലാലങ്ങളുമായിട്ട് ഞാൻ ശോഭനാന്റി ആയിട്ട് അഭിനയിച്ചു. അത് ഒന്ന് പാടിയേ. അതൊന്ന് പാടിക്കേ. പാടി 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 പാടി. ഇവൻ അഭിനയിച്ചുണ്ട്. ഓ, അഭിനയിച്ചു കേട്ടോ. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ, അത്രേ അറിയുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞാൽ പോകാൻ പറ്റാവുന്ന സ്ഥലം. കുസൃതി ചോദ്യാട്ടോ. ഓ, ഒരു കൊല്ലം കഴിഞ്ഞ് പോകാൻ പറ്റുന്ന സ്ഥലം. അതല്ല, കൊല്ലമല്ല. കൊല്ലമല്ല. അതൊക്കെ ഈ റിമിക്ക് അറിയായിരിക്കും. ഒരു കൊല്ലം കഴിഞ്ഞ് പോകാൻ പറ്റിയ സ്ഥലം. ട്രിവാൻഡ്രം. അല്ല, തിരുവനന്തപുരം. നിങ്ങൾ ചോദ്യം ചെയ്തത് തിരുവനന്തപുരം. അതെങ്ങനെ? അല്ല, സ്റ്റേഷന്റെ കാര്യം. കൊല്ലം കഴിഞ്ഞ്. തിരുവനന്തപുരം. ഒരു കൊല്ലം എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഗൂഗിളിൽ പട്ടി കടിച്ചാൽ എന്താവും? ഗൂഗിൾ പേ. ഓട്ടിക്കും. അങ്കിളോടോടല്ലോ ഗൂഗിൾ പേ. ഗൂഗിൾ പേ. ഇത് ആരോടാ ചോദിച്ചത്? ലാലങ്ങളോടല്ലേ ചോദിച്ചേ? ഞങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഈ MG ശ്രീകുമാർ ഇടയ്ക്ക് കയറി പറയുന്നത്. എന്നാ കഴിഞ്ഞാ കുഴപ്പമില്ല. അപ്പൻ എത്ര പായുണ്ട്? അപ്പൻ എത്ര പായോ? പറയരുത്. MG ഞങ്ങൾ പറയല്ലേ. അപ്പൻ എത്ര പായുണ്ട്? വീട്ടിലെ ഒരു പായ കാണത്തുള്ളൂ അല്ലേ? 2 പാ. ഞാൻ പറഞ്ഞേരട്ടെ. 2 പാ. അല്ലല്ല, ലാലങ്ങളോട് ചോദിച്ചേ. ലാലു പറയും. അപ്പൻ കട്ടുമ്മലല്ലേ കിടക്ക. അപ്പൊ പായില്ല. അല്ല, നിന്നെ പുറത്ത് വെച്ചിട്ട് ഞാൻ ശരിയാക്കി തരാം. ചേച്ചിനെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇപ്പൊ ഇടിയുണ്ടാക്കല്ലേ. അക്രമവാസനയുണ്ട് കുഞ്ഞുങ്ങൾക്ക്. എത്രയുണ്ട് ശരിക്ക്? ഇത് ഞാനാട്ടോ പറഞ്ഞു കൊടുത്ത. അപ്പൻ കിടക്കേമലല്ലേ കിടക്ക. ഓ, ഇല്ല, അപ്പന് 2 പാ. പാ പാ ഇപ്പ. ഇല്ല, അത്രയും ബുദ്ധിപരമായി ആലോചിക്കണം. ശരി. ചോദ്യം എല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ. എന്നാ ബൈ. അപ്പൊ ഇപ്പൊ ലാലങ്ങൾ സവാരി ഗിരിഗിരി പറയും. അപ്പൊ പൊക്കണം. ടാറ്റ കൊടുത്തിട്ട് ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തിട്ട് പൊക്കണം. സവാരി ഗിരിഗിരി. ബൈ 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 ബൈ. ടാറ്റ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4ന്റെ വിജയിയെ കാത്തിരിക്കുന്നത്, ടൈറ്റിൽ വിന്നറിനെ കാത്തിരിക്കുന്നത് ഭീമ ജുവൽസ് നൽകുന്ന 15 ലക്ഷം രൂപയുടെ സ്വർണം. 2ാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 10 ലക്ഷം രൂപയുടെ സ്വർണം. 3ാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സ്വർണം. Top Singer Season 4. ഭീമ ജുവൽസ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയില് അങ്ങനെ പ്രേക്ഷകരും നമ്മളും എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന പോലെ തന്നെ ആരായിരിക്കും നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 4ന്റെ വിജയ കിരീടം ചൂടാൻ പോകുന്നത് എന്നറിയാനുള്ള സമയമായിരിക്കുകയാണ്. സോ പ്രേക്ഷകരെയും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെയും ജഡ്ജസിനെയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാലങ്ങളുടെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. വെൽക്കം. കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ യാത്രയാണ്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരാണ് ആ കപ്പും ഭീമ ജുവൽസ് സമ്മാനിക്കുന്ന 15 ലക്ഷം രൂപയുടെ സ്വർണവും സമ്മാനമായിട്ട് നേടുന്ന അറിയാൻ, ആരാണ് ആ കപ്പ് എടുക്കുക എന്നറിയാൻ നമ്മുടെ പ്രേക്ഷകരും നമ്മളും ഇവിടെ ഇരിക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റും ലാലേട്ടനും നമ്മുടെ ജഡ്ജസും എല്ലാവരും ഒരേപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി ഫ്ലവേഴ്സ് ടിവിയുടെ ടോപ്പ് സിംഗറിന്റെ എല്ലാ പ്രേക്ഷകർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ. ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ വിളിക്കാം അല്ലേ? ആരാണ് ഫസ്റ്റ് പ്രൈസ് എന്നറിയാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് പ്രൈസ് മാത്രമല്ല നമ്മുടെ പ്രൈസുകളൊക്കെ അനൗൺസ് ചെയ്യുന്നത് ലാലങ്ങളാണ്. സോ ലാലേട്ടൻ ഓൺ സ്റ്റേജ്. ഞാൻ ലാലേട്ടൻ്റെ സാന്നിധ്യത്തിൽ ഒരാളെ കൂടെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാമായ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ സാർ, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എഡിറ്റർ ഓഫ് ഫ്ലവേഴ്സ് TV ആൻഡ് 24 ന്യൂസ്. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി നടന്ന വലിയൊരു മത്സരത്തിൻ്റെ പരിസമാപ്തിയാണ് ഇവിടെ കുറിക്കാൻ പോകുന്നത്. ലോകമെമ്പാടും ഈ പ്രോഗ്രാമിനെ സ്നേഹിച്ച വാത്സല്യത്തോടെ കണ്ട ഒരുപാട് പ്രേക്ഷകരെ ഞാൻ എനിക്ക് മുന്നിൽ കാണുന്നു. ഈ തിരുവോണനാളിൽ നിങ്ങളൊക്കെ ഒരു സദ്യ പോലെയാണ് ഇന്ന് ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വാശിയേറിയ
ഒരു പോരാട്ടമായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ എത്ര വലിയ പ്രതിഭാധനരാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ട ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷമാണ് കടന്നു പോയിരിക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ മോഹൻലാൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു അഭിനേതാവ് എന്നതിനപ്പുറം അദ്ദേഹം ഇരുത്തം വന്നൊരു ഗായകൻ കൂടിയാണെന്ന് ഈ ഫ്ലോറിൽ തന്നെ എത്രയോ തവണ തെളിയിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർ, അത് ഒരുപക്ഷെ വളരെ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ 4ാം സ്ഥാനത്തേക്കും 5ാം സ്ഥാനത്തേക്കും ഒക്കെ കുട്ടികൾ തള്ളിപ്പോകുന്നത്. അങ്ങനെ തള്ളപ്പെട്ടാൽ പോലും അവർക്കൊപ്പം നമ്മളെല്ലാവരും ഉണ്ട്. ഒരുപാട് വേദികൾ അവർക്കൊക്കെ ലഭിക്കാൻ പോകുന്നു. അപ്പോൾ ഒരുപാട് അതിഥികൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ മെഗാ ഗ്രാൻഡ് ഫിനാലെ ഒരു മഹാസംഭവമാക്കാൻ നമുക്ക് ഒരുപാട് അതിഥികൾ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ ഗോകുലം ഗോപാലേട്ടൻ, അതുപോലെ ഫ്ലവേഴ്സിൻ്റെ ഡയറക്ടർ സതീഷ് ജി പിള്ള, എൻ്റെ നാടിൻ്റെ ചെയർമാൻ ഷിബു തെക്കുംപുറം, ഇങ്ങനെ കുറേ അധികം ആൾക്കാർ നമ്മുടെ ഈ പരിപാടിയിലുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഒരുപക്ഷെ ഈ പരിപാടി കുറച്ചധികം നേരം ശ്രീ മോഹൻലാൽ കണ്ടു. അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത് ഈ പരിപാടി കണ്ടപ്പോൾ? ഞാൻ പറയുകയുണ്ടായി, വളരെ സന്തോഷം. ഞാൻ ഇതിനു മുമ്പും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ. ഇത്തരത്തിലൊരു വേദി ഒരുക്കിയ ഫ്ലവേഴ്സ് ഷെബിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. പറഞ്ഞ പോലെ ഇതിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ആകുന്നതല്ല, ഇതിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു, ആശംസ അറിയിക്കുന്നു, പ്രാർത്ഥന അറിയിക്കുന്നു. അവരൊക്കെ വളർന്ന് വലിയ കലാകാരന്മാരും കലാകാരികളും ആകാൻ ഈ വേദി അവരെ സഹായിക്കട്ടെ. ഇന്ന് എനിക്കറിയില്ല ആർക്കാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒക്കെ കിട്ടിയിരിക്കുന്ന. എല്ലാവർക്കും, ആ കിട്ടാത്തവർക്കും കിട്ടിയവർക്കും ഒക്കെ വളരെയധികം സ്നേഹം പ്രാർത്ഥന. താങ്ക് യു ശ്രീ മോഹൻലാൽ. കുട്ടികളുടെ പാട്ടും കുട്ടികളുടെ അഭിനയവും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ ഗോകുലം ഗോപാലേട്ടൻ. അദ്ദേഹം തന്നെ കുറച്ചധികം സിനിമകൾ നിർമ്മിച്ച ആൾ കൂടിയാണ്. ഒരു വ്യവസായി അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ എന്നതിനപ്പുറം ഒരുപക്ഷെ നമ്മുടെ കുട്ടി പാട്ടുകാർക്കൊക്കെ ഭാവിയിൽ കുറേ അധികം അവസരങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് ഗോകുലം ഗോപാലേട്ടൻ. ഗോപാലേട്ടനെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗോകുലം ഗോപാലേട്ടൻ ഓൺ ദ സ്റ്റേജ്. ഇപ്പോഴും ഫ്ലവേഴ്സിൻ്റെ ഭരണസമിതിയും അതിൻ്റെ നിയന്ത്രണവും എല്ലാം ഒരു കുടുംബം പോലെ കുറച്ച് ആളുകളാണ് ചെയ്യുന്നത്. ഫ്ലവേഴ്സിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ അംഗവും ഖത്തറിലെ ഗൾഫാർ ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഒക്കെ ആയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സതീഷ് ജി പിള്ളയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. സതീഷ് ഏട്ടൻ പ്ലീസ്. ഗോപാലേട്ടനാണെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ തന്നെ ഈ ഫ്ലവേഴ്സിലെ ഈ കുട്ടികളുടെ പാട്ടുകളൊക്കെ വളരെ സശ്രദ്ധം വീഴ്ചിട്ട് നമ്മുടെ അഭിപ്രായം പറയുന്ന ആളാണ്. ഗോപാലേട്ട, ഇന്ന് തീരുമാനിക്കപ്പെടുന്നു ആരാണ് ഈ മത്സരത്തിലെ അന്തിമ വിജയി എന്ന്. ഇപ്പോൾ സീസൺ 4 ഇന്ന് അന്തിമ തീരുമാനം എടുക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ലോകത്തിലെ എല്ലാ മലയാളികളും സംഗീതം ആസ്വദിക്കുന്ന എല്ലാവരും തന്നെ ഈ കുട്ടികളുടെ ടോപ്പ് സിംഗ് എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ കുട്ടികളുടെ ആ സമയം നോക്കി പല ആളുകളും എന്നോട് സംസാരിക്കാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾ എല്ലാ സമയവും മാറ്റി ഞങ്ങൾ ടി വിൻ്റെ മുമ്പിലായിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം, ദൈവം തന്നെ അനുഗ്രഹിച്ചു വിട്ടൊരു കലാകാരനാണ് നമ്മുടെ മോഹൻലാൽ. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്ത് കുട്ടികളെ അനുഗ്രഹിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വേദിയിലാണ് ഒറ്റ സ്ട്രെച്ചിൽ മോഹൻലാൽ ഇത്രയധികം പാട്ടുകൾ പാടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ കഴിഞ്ഞ സീസണിലൊക്കെ കുറേ അധികം പാട്ടുകളിലാടി. ഒരുപക്ഷെ ഞങ്ങളുടെ ഈ പരിപാടികളുടെ ശേഖരത്തിൽ ഏറ്റവും മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുള്ളത് അങ്ങയുടെ പാട്ടുകളാണ് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ അങ്ങേ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതായത് വിദേശ നാടുകളിൽ ഇരുന്നാണ് കൂടുതലും ആളുകൾ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ നന്നായിട്ട് ആസ്വദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഡയറക്ടർ എന്നതിനപ്പുറം ഖത്തറിലെ നാട്ടിലിരുന്ന് ഈ ടോപ്പ് സിംഗർ എന്നുള്ള ഈ പരിപാടി കുട്ടികളുടെ പ്രകടനങ്ങളെല്ലാം അത്ഭുതത്തോടെയും ആദരവോടെയും കാണുന്ന ഒരാളാണ് സതീഷ് ജി പിള്ള. അദ്ദേഹത്തിന് ഈ ടോപ്പ് സിംഗറിൻ്റെ ഫിനാലെ നടക്കുന്ന വേളയിൽ എന്താണ് പറയാൻ കഴിയുന്നത് നമുക്ക് നോക്കാം. സതീഷേടാ. I think the next session also successfully completed and more than 400 people have now become real singers of the Malayali world. And the success of the whole thing is because of the grooming taken up by our judges. They really do a wonderful job going to the levels of the youngest levels and giving them advices. It is something quite unique
which as good as training from the ground, from the start. More than that, our children are participating in the national levels, and they have been in great demand. And in fact, recently I have asked Sriyandan Nair for a particular person who has won the recent award. And the demand for all of them, and to see them and making them so a leader is a great thing. And here also, I can understand Mr. Mohanlal with his busy schedule, being with us, not only for this session, earlier session, makes this program a grand success. Thank you, Mr. Mohanlal. അപ്പോൾ ഇനി എനിക്ക് ഒരാളെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാനുണ്ട്. ഷിബു തെക്കുംപുറം, അദ്ദേഹം എൻ്റെ നാട് എന്ന പരിപാടിയുടെ ചെയർമാനാണ്. എൻ്റെ നാട് ഒരുപാട് കാരുണ്യ പദ്ധതികൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഒരു സംഘമാണ് അവർ. കുറേ അധികം കാര്യങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞു. ശ്രീ ഷിബു തെക്കുംപുറം സ്റ്റേജിലേക്ക്. വലിയ സന്തോഷമുണ്ട് ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. തീർച്ചയായും എൻ്റർടൈൻമെൻറ്റ് പരിപാടികളിൽ ഏറ്റവും മികച്ച പ്രോഗ്രാമാണ് നമ്മുടെ ടോപ്പ് സിംഗർ. മികച്ച പ്രതിഭകളെ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ലോകത്തിന് മുന്നിൽ എത്തിക്കുവാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമുക്കെല്ലാം അഭിമാനമായ മോഹൻലാലിൻ്റെ സാന്നിധ്യം തീർച്ചയായും വലിയ സന്തോഷം നൽകുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓണത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും നേരുന്നു. ഈ 1, 2, 3 സമ്മാനങ്ങൾ നൽകുകയും ഈ കുട്ടികളെയൊക്കെ വളരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ 2 പേരെയാണ് എനിക്കിനി വേദിയിലേക്ക് വിളിക്കാനുള്ളത്. ഈ ആലപ്പുഴ ബ്ലൂ ഡയമണ്ട് ഓർക്കസ്ട്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഭീമ കുടുംബത്തിൽ നിന്നൊരാൾ ഒരു സംഗീത സംഘത്തിന് നേതൃത്വം കൊടുത്ത ഒരു കഥയാണത്. ബ്ലൂ ഡയമണ്ട് ഓർക്കസ്ട്രയുടെ കഥ. ഒരുപാട് പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരാളെ എനിക്കിനി വേദിയിലേക്ക് വിളിക്കണം. ഇന്നത്തെ 1, 2, 3 സമ്മാനങ്ങൾ നമ്മുടെ കുട്ടികൾ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സംഗീതത്തോട് വല്ലാത്ത താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു ശ്രീ ഭീമ ജുവൽസിൻ്റെ ചെയർമാൻ ശ്രീ ബി ബിന്ദു മാധവ്. ഫ്ലവർ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. വളരെ സംക്ഷിപ്തമായിട്ട് അദ്ദേഹം സംസാരിച്ചു. സന്തോഷം. ഇനിയിപ്പോൾ നമ്മുടെ പ്രിയങ്കരായ ജഡ്ജസ് 4 പേരെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. ശ്രീ MG ശ്രീകുമാർ, ശ്രീ ശരത്, ശ്രീ ബിന്നി കൃഷ്ണകുമാർ, റിമി ടോമി. ഇനി ഒരാളെ കൂടി വേദിയിലേക്ക് വിളിക്കാനുണ്ട്. ഭീമ ജുവൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് ബിന്ദു മാധവ്. ഡയറക്ടർ ഓഫ് അമൃതവേണി മിസ്റ്റർ ജിതിൻ MD, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യാത്രയിലുടനീളം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് അമൃതവേണി ഹെയർ എലൈക്സർ. നിങ്ങൾക്കറിയാം MB രാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസുകൾ ഈ പരിപാടിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് ജിതിൻ. ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ഇപ്പോൾ. താങ്ക് യു സാർ. ഇതോടൊപ്പം ഒരാളെ കൂടെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. KLM Maxwell Investment CEO മിസ്റ്റർ മനോജ് രവി. സാർ, പ്ലീസ് വെൽക്കം. ഇതോടൊപ്പം വളരെ പ്രിയപ്പെട്ട ഒരാളെ ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാനുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉഷ മാം, ചീഫ് മാനേജിംഗ് ഫ്ലവേഴ്സ് ആൻഡ് 24. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 4 സീസണും അണിയിച്ചൊരുക്കി ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജനപ്രിയ സംഗീത പരിപാടിയാക്കി മാറ്റിയ ഒരാളുണ്ട്. ഇതിൻ്റെ ഷോ ഡയറക്ടർ സിന്ധു ശ്രീധർ. അതെ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് തുടങ്ങിയ യാത്രയാണ് സാർ. ഒരുപാട് മത്സരാർത്ഥികൾ നമുക്കിവിടെ ഓഡിഷന് വന്നു. അതിൽ നിന്നും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ആറ്റിക്കുറുക്കിയെടുത്ത 5 പേർ, അവരിലാണ് വന്ന് നിൽക്കുന്നത്. ഇന്നത്തെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ 4ാമത്തെ സീസണിലെ ആരാണ് വിജയ് എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആരാണ് ആ പ്രതീക്ഷയോടെ നിൽക്കുന്ന 5 പേർ. ഒരുപാട് സ്നേഹത്തോടെ
അവർ 5 പേരെയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ ഈ വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. അബിൻ, സനിക, ദേവനന്ദ, കൃഷ്ണ ആൻഡ് ദ്രൗപദി. നമ്മുടെ ഈ പരിപാടിക്ക് ഒരുപക്ഷെ അവരാണ് ഈ പരിപാടിയുടെ ആത്മാവെന്ന് വേണമെങ്കിൽ പറയാം. MG ശ്രീകുമാർ. ഇത് 1 വർഷത്തിന് മുകളിലായി ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട്. അന്ന് തൊട്ടുള്ള ഈ കുട്ടികളുടെ വളർച്ച നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാൻഡ് ഫിനാലെയാണ്. അവരെല്ലാ പാട്ടുകളും പാടിക്കഴിഞ്ഞു. ഇപ്പം 3 ഘട്ടത്തിലെ അവരുടെ പ്രസൻറ്റേഷൻ ഓഫ് സോങ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ 3 ഘട്ടത്തിൽ ചിലർ ആദ്യത്തെ ഘട്ടത്തിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്, ചിലർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 2ാം ഘട്ടത്തിൽ ചില കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ കിട്ടി, ആ കുട്ടിക്ക് തന്നെ കുറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു പോളിസി, വി ആർ കൺസിഡറിങ് ഈ 3 റൗണ്ട്സ്, 3 ഘട്ടത്തിലെയും മാർക്കുകൾ അവരെന്ത് നേടിയോ അത് കൂട്ടിയിട്ടാണ് ആരാണ് 1ാം സ്ഥാനം, ആരാണ് 2ാം സ്ഥാനം, ആരാണ് 3ാം സ്ഥാനം. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ച സിന്ധു, കാരണം ഷീസ് ഗിവിങ് എസ് ടോട്ടൽ ഫ്രീഡം. അതുപോലെ നമ്മുടെ ടോപ്പ് ബാൻഡ്, പിന്നെ DOP പ്രമോദ് ആൻഡ് ടീം, പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സ്, പിന്നെ എല്ലാവരും, പിന്നെ മിക്കവാറും ഇവിടെ വന്ന് ഞങ്ങളെ എല്ലാം ഇങ്ങനെ ഒരു പ്രചോദനം തരുന്നത് ശ്രീകണ്ഠൻ സാറിൻ്റെ വൈഫ് ഉഷയാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങളെ എല്ലാ പ്രചോദനം നൽകുന്നത്. എന്ത് വേണം എന്നൊക്കെ ചോദിച്ച് നടത്തുന്നത്. അതൊരു തീർച്ചയായിട്ടും ഇതൊരു കുടുംബം പോലെയാണ്. അല്ലാതെ ഒരു എനിക്കിന്ന് വരെ ഇവിടെ വന്നിട്ട് ഞാൻ ഐ ആം സിറ്റിംഗ് ഇൻ എ ഷോ എന്നെനിക്ക് തോന്നിയിട്ടേ ഇല്ല. താങ്ക് യു MG ശ്രീകുമാർ. ഇനി ശരത്. എല്ലാവർക്കും ഓണാശംസകൾ ആദ്യമായി. പിന്നെ ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാവരും എനിക്കെൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന, അത് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കൊരു സ്നേഹം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നെങ്കിൽ അതിന് പ്രധാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകണ്ഠൻ അണ്ണാച്ചിയാണ്. അണ്ണാച്ചി എന്നെ ഒരു ചാനലിൽ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ലായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഗോപാലേട്ടൻ എപ്പോഴും അനിയാന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട്, അത്രയും സ്നേഹമാണ് ഗോപാലേട്ടന്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ എന്താ പറയണ്ടത്, നമ്മുടെയൊക്കെ ഒരു രോമാഞ്ചം, നമ്മുടെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ലാൽ സാർ, അത് അദ്ദേഹത്തോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ അദ്ദേഹത്തിന് 2 ഫിലിമേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് തച്ചോളി വർഗീസ് ചേകവർ, ഒന്ന് പവിത്രം. തച്ചോളി വർഗീസിൽ മാലയം നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. പിന്നെ ശ്രീരാഗമോ തേടുന്നു നീ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു ആന്തം പോലെ പാടി നടക്കുന്ന പാട്ടാണ്. അത് മോഹൻലാൽ സാറിൻ്റെ പാട്ടായതുകൊണ്ടാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞ പോലെ ഈക്വലി ടാലൻറ്റഡ് ആണ്. പിന്നൊരു 5 പൈസയുടെ കുറവ് കൊണ്ടാണ് മക്കളെ മാർക്കൊക്കെ, അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ എന്തൊക്കെയായാലും മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നാളത്തെ പാട്ടുകാരാണ്, അതിലൊരു സംശയവുമില്ല. ഓൾ ദി ബെസ്റ്റ്, എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ. താങ്ക് യു. ഇനി ശ്രീമതി ബിനി കൃഷ്ണകുമാർ. കുട്ടികൾ ഈ പാടിയ ഈ 5 കുട്ടികൾ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം ഇവർക്കിപ്പോൾ തന്നെ അതൊരു വലിയൊരു സമ്മാനമായി കഴിഞ്ഞു. ആദ്യം ഒരു വേദിയിൽ ഒരു ഘട്ടത്തിൽ തന്നെ ഇവിടെ പാടുക എന്ന് പറയുന്നതേ കുട്ടികളുടെ വലിയൊരു സമ്മാനം തന്നെയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി റിമി ടോമി. ഞാൻ കുറച്ച് വൈകി ഈ ഷോയിൽ എത്താൻ. 4 വർഷമായിട്ട് ആൾക്കാരിങ്ങനെ അഡിക്റ്റ് ആയിപ്പോയി. അങ്ങനെ ഓരോ വർഷവും ഇതിന് മാത്രം പിള്ളേരവിടെ കിടക്കുന്നു, നമ്മൾ ഞെട്ടിപ്പോയി. അങ്ങനെ ഈ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞ അടുത്ത സീസൺ ഇത് കഴിഞ്ഞു ഉടനെ തുടങ്ങി അങ്ങനെ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ അങ്ങനെ ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ ഇതാ ഈ കരങ്ങളിലൂടെയാണ് കൊണ്ടുപോയേക്കുന്നത്. സിന്ധുവിന് എനിക്ക് 10-20 വർഷം ഞാൻ ഫസ്റ്റ് ചാനൽ വന്ന സമയം തൊട്ട് അറിയാം. അവിടെ നിന്ന് ഒരു പെൺ പുലിയാണ്, ഒരു പെൺ സിംഹമാണ് എന്ന് പറയുമ്പോൾ വേദിയിലിരിക്കുന്ന 3-4 പേരെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഈ പൈനാപ്പിൾ തോട്ടത്തിൽ നിന്ന് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ പടുത്തുയർത്തി, ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരാളാണ് ശ്രീകണ്ഠൻ സാറ്. ഫ്ലവേഴ്സ് പോലത്തെ ഒരു ചാനൽ, അതിന് ഗോപാലേട്ടൻ വളരെ സപ്പോർട്ട് കൊടുത്തു. ഭീമമായ എമൗണ്ട് സ്പോൺസർ ചെയ്ത ഭീമ, അതുപോലെ ശിവുചേട്ടൻ, KLM, എല്ലാ സ്പോൺസേഴ്സിന്റെ സഹായത്തോടെ ഈ ഷോ വളരെ ഗംഭീരമായിട്ട് പോകുന്നു. നാളത്തെ ഫ്യൂച്ചർ പ്ലേബാക്ക് സിംഗേഴ്സ് ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വേറെ കൂടുതലൊന്നും പറയാനില്ല. ടോമി, പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് കടക്കും മുമ്പ് ഈ പരിപാടി ഇത്രയും കാലം കൊണ്ടു നടന്ന ഒരുപാട് യാതനകളും ക്ലേശങ്ങളും സന്തോഷവും ഒക്കെ സഹിച്ചിട്ടുള്ള നമ്മുടെ ഷോ ഡയറക്ടർ സിന്ധു ശ്രീധർ സാറിന് എന്നെ ആദ്യം ഞാൻ നന്ദി പറയട്ടെ. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ഒരുപാട് നന്ദി സാർ. പിന്നെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, നമ്മുടെ ജഡ്ജസ്, പിന്നെ വളരെയധികം സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിത് 3ാം സീസണാണ് ലാലേട്ടനോടൊപ്പം ഈ വേദി പങ്കിടാൻ എനിക്ക് സാധിക്കുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട് ലാലേട്ട. ഈ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് നന്ദി. താങ്ക് യു എല്ലാവർക്കും. നമ്മുടെ ടീം, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്.
നിങ്ങളുടെ ശബ്ദമാണിത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി. കുട്ടികളുടെ പ്രോഗ്രാം ഇത്ര നേരം കണ്ട് വിലയിരുത്താനും അവരിൽ ഒരാളായി മാറാനും ഒക്കെ താങ്കൾ കാണിച്ച ഔത്സുക്യം, സന്തോഷം, സ്നേഹം, അതിനെല്ലാം ഞങ്ങൾ വാക്കുകളിൽ പറഞ്ഞ് കുളമാക്കുന്നില്ല. അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടി ഞാൻ ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാളത്തെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഫ്യൂച്ചർ പ്ലേബാക്ക് സിംഗേഴ്സാണ് നിൽക്കുന്നത്. ഈ 5 പേരിൽ ആദ്യം നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റണ്ണറപ്പിന്റെ പ്രൈസാണ്. ലാലേട്ട, ഭീമ ജുവൽസ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സ്വർണം സമ്മാനമായിട്ട് ലഭിക്കുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ സീസൺ 4-ലെ സെക്കൻഡ് റണ്ണറപ്പ്. Laleta, please. Congratulations, Sabin Krishna. Top Singer Season 4 second runner-up Sabin Krishna. അവന് ട്രോഫി കൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഗോകുലം ഗോപാലൻ സാർ പ്ലീസ്. ഗോകുലം ഗോപാലേട്ടൻ ഇതിന്റെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ സെക്കൻഡ് റണ്ണറപ്പിന്റെ ട്രോഫി സമ്മാനിക്കുന്നു. സാഷ കൊടുക്കാനായിട്ട് റിമൂവ്. $5 ലക്ഷം രൂപയുടെ സ്വർണം സമ്മാനമായി കൊടുക്കാൻ ഒരുപാട് സ്നേഹത്തോടെ മിസ്റ്റർ ബി ബിന്ദു മാധവ് ആൻഡ് അഭിഷേക് ബിന്ദു മാധവ്. $5 ലക്ഷം രൂപയുടെ സമ്മാനം. ഗോൾഡ് മെഡൽ കൊടുക്കാനായിട്ട് ഷിബു സാർ പ്ലീസ്. തെക്കുംപുറം ഗോൾഡ് മെഡൽ സമ്മാനിക്കുന്നു. ആൻഡ് സൈറ്റേഷൻ ബൈ സിന്ധു ചേച്ചി. ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് നമ്മളുടെ സ്വന്തം ശ്രീകണ്ഠൻ സാർ പ്ലീസ്. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. നിങ്ങൾക്കറിയാം, 1ാം സമ്മാനമാണ് ഇനി അടുത്തതായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആ പ്രഖ്യാപനത്തിന് മുമ്പ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ശ്രീ മോഹൻലാൽ ഇവിടെ ലോഞ്ച് ചെയ്യും. ലാൽജി, ഒരുപക്ഷെ ഈ അടുത്ത തിരുവോണത്തിനായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഫിനാലെ വരാൻ പോകുന്നത്. താങ്കൾ അന്ന് ഇവിടെ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ താങ്കൾക്ക് ഇതിനെ ഈ പുതുതായിട്ട് വരുന്ന കുട്ടികളോട് താങ്കളുടെ ഒരു ആശംസ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇത് വലിയൊരു കണ്ടിന്യൂറ്റി, ഒരുപാട് പേർക്കുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് വലിയ വലിയ സിംഗേഴ്സിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. വരുന്ന എല്ലാവർക്കും സ്വാഗതം. അവർക്കും ഒരു പ്രത്യേക ആശംസകൾ ഞാൻ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4-ലെ ഗ്രാൻഡ് വിജയി ആരാണെന്നാണ് ഇനി അറിയുന്നത്. ടൈറ്റിൽ വിന്നർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഈസ് Top singer of season 2, the title winner. Top singer season 3, the title winner. Nivedita! നാല് പേരുടെ നെഞ്ചെടുപ്പ് എല്ലാവർക്കും കേൾക്കാൻ തോന്നുന്നു അല്ലേ? കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഒരു 1.5 വർഷമായിട്ട് കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും ഞങ്ങളും എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുകയാണ്. നിങ്ങളിൽ 4 പേരിൽ ആരാണ്
ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4ന്റെ ടൈറ്റിൽ വിന്നർ. ഈ ഒരു പ്ലാറ്റ്ഫോം മലയാള സിനിമ പിന്നണി ഗാന രംഗത്തേക്കുള്ള വലിയ ഒരു വാതിലാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടുള്ളത് ഓൾറെഡി. അതുകൂടാതെ ഭീമ ജുവൽസ് നൽകുന്ന 15 ലക്ഷം രൂപയുടെ സ്വർണം, ഒപ്പം ആ ഘടാഘടിയൻ ട്രോഫി. അപ്പോൾ മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ ഒരു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ഇതിഹാസ പിറവി എന്നൊക്കെ ആളുകൾ പറയുന്നു ശ്രീ മോഹൻലാൽ റിമോട്ടിൽ വിരലമർത്തി ആരാണ് ആ ടൈറ്റിൽ വിന്നർ എന്നിവിടെ തെളിയിക്കാൻ പോകുന്നു. 15 ഭീമ ജുവൽസ് നൽകുന്ന 15 ലക്ഷം രൂപയുടെ സ്വർണ്ണ സമ്മാനം ആരാണ് നേടാൻ പോകുന്നതെന്നറിയാൻ ഇനി നിമിഷങ്ങൾ. 1 2 3 4 5. സീസൺ 4ന്റെ ടൈറ്റിൽ വിന്നർ ദ്രൗപദി PS. ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗിന് എന്താ ഗഡാഗഡി ട്രോഫി, ഗഡാഗഡി ട്രോഫി ശ്രീ മോഹൻലാൽ സമ്മാനിക്കുന്നു. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എവർ റൗണ്ടിംഗ് ട്രോഫി കൊടുക്കാനായിട്ട് നമ്മുടെ സീതാലക്ഷ്മി, ശ്രീമൻ ആൻഡ് നിവേദ്യ കുട്ടി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ടൈറ്റിൽ വിന്നേഴ്സ് ആണ്. ക്രൗൺ നൽകാൻ ഫ്ലവേഴ്സിന്റെ ഡയറക്ടർ സതീഷ് പിള്ള ക്ഷണിക്കുന്നു. സാക്ഷി കൊടുക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം MG അങ്കിളിനെ ക്ഷണിക്കുകയാണ്. $15 ലക്ഷം രൂപയുടെ സ്വർണം സമ്മാനിക്കാൻ ബഹുമാനപ്പെട്ട മിസ്റ്റർ ബി ബിന്ദു മാധവ് ആൻഡ് മിസ്റ്റർ അഭിഷേക് ബിന്ദു മാധവ് ഫ്രം ഭീമ ജുവൽസ്. ഭീമ ജുവൽസിന്റെ ചെയർമാൻ ബി ബിന്ദു മാധവും അതുപോലെ ഭീമ ജുവൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് ബിന്ദു മാധവും ചേർന്ന് 15 ലക്ഷം രൂപയുടെ സ്വർണ്ണ സമ്മാനം ഗോൾഡ് മെഡൽ ഷിബു തെക്കമ്പുറം സമ്മാനിക്കുന്നു. ആൻഡ് സൈറ്റേഷൻ നമ്മുടെ സ്വന്തം ഉഷ മാം. സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട സിന്ധു ചേച്ചിനെ വെൽക്കം ചെയ്യാണ്. ഈ ഒന്നാം സമ്മാനം നേടിയ ദ്രൗപദിക്ക് ശ്രീ മോഹൻലാൽ ആശംസകൾ നേരുന്നു. നമ്മളെ ഓൾ ദി ബെസ്റ്റ്. എന്താ പറയാ, സോ ഹാപ്പി. ഞാൻ ചോദിക്കായിരുന്നു ഷെയ്ക്കിട്ടത്. ആൻഡ് യു ഡിസേർവ് ഇറ്റ് ആൻഡ് യു ഗോട്ട് ഇറ്റ്. താങ്ക്സ് ടു ദ ഓൾ മൈറ്റി. ഒരുപാട് പ്രതീക്ഷകളോടെ മുന്നോട്ട് സഞ്ചരിക്കൂ. വിഷ് ഓൾ ദി ബെസ്റ്റ്. ലോട്ട് ഓഫ് ലവ് ആൻഡ് പ്രേസ്. പ്രേക്ഷകർക്കറിയാം ഗോകുലം ഗോപാലേട്ടൻ അറിയപ്പെട്ട ചലച്ചിത്ര നിർമ്മാതാവാണ്. ഗോപാലേട്ടൻ, നമുക്ക് ദ്രൗപദി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ദ്രൗപദി സമൂഹത്തിന് ഒരു നിധിയായി മാറട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തന്നെ നിർമ്മിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു പടത്തിൽ അവൾക്കൊരു പാട്ട് കൊടുത്തു അടുത്ത 3 കൊല്ലത്തിനാവും മതി. തീർച്ചയായിട്ടും അവർക്ക് അവസരം കൊടുക്കും. ഒന്നല്ല, പരമാവധി വിജയിപ്പിച്ചുകൊണ്ട് തുറന്നാൽ അനവധി കൊടുക്കും കേട്ടോ. അവരെല്ലാം സ്നേഹസമ്പന്നമായ ഒരു ഗായികയായി നീ മാറട്ടെ എന്ന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഗോകുലം ഗോപാലേട്ടൻ അടുത്ത 3 കൊല്ലത്തിനിടയിൽ നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിൽ ഇവള് പിന്നണി പാടിയിരിക്കും. ഇവളൊരു പ്ലേബാക്ക് സിംഗറായി മാറും. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, വലിയൊരു നടനിൽ നിന്നാണ് മോൾ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവസരം എനിക്കെന്താ പറയണ്ടേന്ന് അറിയണില്ല.
നല്ല സന്തോഷം, ഭയങ്കര സന്തോഷം. നമുക്ക് ഈ സമയത്ത് ദ്രൗപദിയുടെ പേരൻസ്. ഒരുപക്ഷെ നമുക്കറിയുന്ന പോലെ ഒരു വലിയ ഗായികയുടെ പിറവിയാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കുന്നത്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ സിന്ധു മാഡത്തിനോടും ജഡ്ജസിനോടും ഗ്രൂമേഴ്സിനോടും ഒക്കെ എല്ലാവരോടും നല്ല നന്ദി പറയുന്നു. ലാൽ സാറിനോട് നന്ദി പറയുന്നില്ല? ദ്രൗപദിയുടെ ടോട്ടൽ മാർക്സ് എത്രയാന്ന് നോക്കാം. 3 റൗണ്ടിലെയും ടോട്ടൽ മാർക്ക് ദ്രൗപദിക്ക് ലഭിച്ച ടോട്ടൽ മാർക്ക് എത്രയാന്ന് നോക്കാം. അപ്പൊ സാർ നമുക്ക് സെക്കൻഡ് പ്രൈസ് ആരാണെന്ന് അറിഞ്ഞാലോ? ലാൽ സാർ തന്നെ എനിക്ക് തോന്നുന്നു റിമോട്ടിൽ അമർത്തി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 2ാം സ്ഥാനക്കാരി ആരാണ്, അല്ലെ സ്ഥാനക്കാരൻ ആരാണ് എന്ന് നമ്മൾ അറിയാൻ പോകുന്നു. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു റണ്ണർ അപ്പ് ഗോസ് ടു ദേവനന്ദ. Congratulations, Devananda. ദേവനന്ദ, കൺഗ്രാറ്റുലേഷൻ. ദേവനന്ദയ്ക്ക് ട്രോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹത്തോടെ മിസ്റ്റർ ജിതിൻ, MD ഡയറക്ടർ അമൃത് വേണി. ശരത്തുകളാണ് നമ്മുടെ ദേവൂട്ടിക്ക് സാക്ഷി കൊടുക്കുന്നത്. ഇനി ഭീമ ജുവൽസ് 2ാം സ്ഥാനത്ത് നൽകുന്ന 10 ലക്ഷം രൂപയുടെ സ്വർണ്ണ സമ്മാനം പി ബിന്ദു മാധവും അദ്ദേഹത്തിന്റെ മകൻ അഭിഷേക് ബിന്ദു മാധവും ചേർന്ന് സമ്മാനിക്കുന്നു. KLM Axis of Invest CEO മനോജ് രവി ഗോൾഡ് മെഡൽ സമ്മാനിക്കുന്നു. സൈറ്റേഷൻ സമ്മാനിക്കുന്നു നമ്മുടെ ജഡ്ജ് ബിനി കൃഷ്ണകുമാർ. സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുന്നു സതീഷ് പിള്ള. മോളെ എന്ത് തോന്നുന്നു ഇപ്പോ? സന്തോഷമായോ? ഭയങ്കര സന്തോഷമായി. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത ജഡ്ജസിനും എംജിങ്ങൾക്കും ചരിത്രങ്ങൾക്കും മിന്നിയാൻറ്റിക്കും ഗ്രൂമേഴ്സ് ശ്യാം സാറിനും വൈശാഖ് CH സാറിനും സ്വാതി സാറിനും സനൂപ് സാറിനും വൈശാഖ് PK സാറിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സിന്ധു ആൻറ്റിക്കും താങ്ക് യു ദേവനന്ദ. ഇനി നമുക്ക് വേദിയിലേക്ക് വിളിക്കാനുള്ളത് നമ്മുടെ അബിന്റെ പേരൻസ് ആണ്. അച്ഛനമ്മ ഉണ്ട് ഇല്ല, അവരില്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല. അവരാണ്ട് എല്ലാം. അവർക്ക് ആദ്യം ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു അഭിനയ. ഈ 4ാം സ്ഥാനം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ 4th പൊസിഷൻ 3rd റണ്ണറപ്പ് ആരാണെന്ന് നമ്മൾ അറിയാൻ പോകുന്നു. കൃഷ്ണ വി. കൃഷ്ണ വരൂ. ഒരു ഫ്ലവേഴ്സ് നൽകുന്ന 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ഇവൾക്കുള്ളത്. അത് കൃഷ്ണയ്ക്ക് നൽകുന്നത് ഗോകുലം ഗോപാലേട്ടൻ. സൈറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് സമ്മാനിക്കാനായി MG സാർ.
ഇതോടൊപ്പം ഗോൾഡ് മെഡൽ സമ്മാനിക്കാനായി ബിന്നി മാം, ഇനി അഞ്ചാമത്തെ സമ്മാനമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന 35 കുട്ടികളുമായി നടത്തിയ ഒരു മത്സര യാത്രയുടെ അവസാനമാണ്. 5ാം സ്ഥാനം ആർക്കാണെന്നറിയാൻ ലാലേട്ടൻ തന്നെ നോക്കും. സനിക സന്തോഷ്. ഹായ് സനിക. ഫ്ലവേഴ്സിന്റെ ഡയറക്ടർ സതീഷ് പിള്ള 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നു. മൊമെന്റോ സൈറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് സമ്മാനിക്കാനായി റിമി. ഗോൾഡ് മെഡൽ സമ്മാനിക്കുന്നത് ശരത്. ഇനി നമ്മളെ ഈ പരിപാടി വൻ വിജയമാക്കി നമ്മുടെ സമ്മാനം സുരക്ഷിതമാക്കി നമുക്ക് ഉറപ്പു തരികയും നമ്മുടെ ഈ ഒരുപക്ഷെ ഈ ആദ്യ അവസാനം ഈ പരിപാടിക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത കുറച്ച് ക്ലയൻസിനെ നമ്മൾ ആദരിക്കുകയാണ്. ആദ്യം നമ്മുടെ അതിഥിയായി വന്ന എൻ്റെ നാടിൻ്റെ ചെയർമാൻ ഷിബു തെക്കുംപുറത്തിന് നമ്മളൊരു മൊമെന്റോ സന്തോഷ സമേതം സമ്മാനിക്കുന്നു. ശ്രീ മോഹൻലാൽ ശ്രീ ഷിബു തെക്കുംപുറത്തിന് മൊമെന്റോ സമ്മാനിക്കുന്നു. ഭീമ ജുവൽസ് നമുക്ക് 15 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും 5 ലക്ഷത്തിൻ്റെയും ടോട്ടൽ 30 ലക്ഷം രൂപയുടെ സ്വർണ്ണ സമ്മാനം ഈ വേദിയിൽ എത്തിച്ച ശ്രീ ബി ബിന്ദുമാധവനെയും അതുപോലെ ഭീമ ജുവൽസിന്റെ മാനേജിംഗ് ഡയറക്ടറും നമ്മുടെ എല്ലാ കാര്യത്തിലും സഹകരിക്കും ഫ്ലവേഴ്സ് കുടുംബത്തിലെ അംഗം കൂടിയായ അഭിഷേക് ബിന്ദുമാധവനെ കൂടി നമ്മൾ ക്ഷണിക്കുന്നു. ശ്രീ ബിന്ദുമാധവന് ആദ്യം മോഹൻലാൽ മൊമെന്റോ സമ്മാനിക്കുന്നു. ശ്രീ അഭിഷേക് ബിന്ദുമാധവന് മൊമെന്റോ സമ്മാനിക്കുന്നു. ഈ വേദിയിൽ ഉജാലയുടെ എല്ലാമായ ശ്രീ എം പി രാമചന്ദ്രൻ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ രാമചന്ദ്രൻ സാറിന് അപ്രതീക്ഷിതമായി ഉണ്ടായ അസൗകര്യം കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമൃതവേണി ഹെയർ ലെക്ചറിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയായി അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഡയറക്ടർ ജിതിൻ MD ഞാൻ മൊമെന്റോ ശ്രീ മോഹൻലാൽ ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. അതേപോലെ നമ്മുടെ എല്ലാ യാത്രയിലും നമ്മോടൊപ്പം ഉള്ള ഒരു സ്ഥാപനമാണ് KLM ആക്സിവ ഫിൻവെസ്റ്റ്. അതിൻ്റെ CEO ശ്രീ മനോജ് രവി ശ്രീ മോഹൻലാലിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹ പ്രതീകമായ ഒരു ആദരവ് ഏറ്റുവാങ്ങുന്നു. നമുക്ക് ഈ വലിയൊരു ഗ്രാഫിക്സ് വിസ്മയോടെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ പിന്തുണയും നൽകിയ ARXR സപ്പോർട്ട് നൽകിയ മീഡിയ ടീം സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരു മൊമെന്റോ സമ്മാനിക്കുന്നു. അതിൻ്റെ പ്രതിനിധി വേദിയിലേക്ക് വരുന്നു. രണ്ടുപേരാണ് ശ്രീ എബ്രഹാം സെബാസ്റ്റ്യൻ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടൈറ്റിൽ വെച്ച് സമ്മാനിക്കുന്നുണ്ട്. റോക്ക് സ്റ്റാർ ഓഫ് ടോപ്പ് സിംഗർ ശ്രീധർഷ്. സീസൺ 4ന്റെ ഷൈനിങ് സ്റ്റാർ ആര്യ. സീസൺ 4ന്റെ വേഴ്സറ്റൈൽ സിംഗർ മെറിൽ. Amazing natural talent of top singer goes to Nivedya. ഇനി വരാൻ പോകുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രൈസസ് ആണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ ഏഞ്ചൽസിനെ എല്ലാവരെയും വിളിക്കാം. ഭദ്രക്കുട്ടി, താരക്കുട്ടി, ദ്വിതി, ലക്ഷ്യ, പാർവണ, ഇവാൻ ആൻഡ് വിഹാൻ. സാഷെ ഗോൾഡ് മെഡൽ ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജസിനെ വിളിക്കുകയാണ്. സമ്മാനങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ട്വിൻ ബേർഡ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. നമ്മളുടെ ടോപ്പ് 5 കണ്ടസ്റ്റൻസിന് 10,000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ അത് സമ്മാനിക്കാനായിട്ട് ജഡ്ജസിനെ വിളിക്കുകയാണ്. നമ്മുടെ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് ഓരോരുത്തർക്കും 10,000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ. പുരസ്കാരദാനം അവസാനിക്കുകയാണ്.
അപ്പോൾ എല്ലാവർക്കും ലോകമെമ്പാടും ഇരുന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന മലയാളികൾക്ക് ശ്രീ മോഹൻലാൽ ഒരു ഓണാശംസ നേരുന്നതോടെ ഈ പരിപാടിക്ക് തിരശ്ശീല വീഴും. അദ്ദേഹത്തിൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ അദ്ദേഹത്തിനെ ഇവിടെ എത്തിച്ചു തന്ന ഒരുപക്ഷെ ഈ പ്രോജക്റ്റിൻ്റെ തന്നെ ആദ്യകാലത്ത് മുതൽ നമുക്കൊപ്പം സഞ്ചരിക്കുന്ന സനൽകുമാറിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു സനൽജി. ശ്രീ മോഹൻലാൽ. ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലെ സീസൺ 4 എല്ലാ വിജയികൾക്കും എൻ്റെ പാർട്ടിസിപ്പൻസിനും അവരുടെ പേരൻസിനും എല്ലാവർക്കും പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വലിയൊരു വിജയമായി മാറിയ ഈ ഷോ ഇനിയും വലിയ വിജയമായി മാറട്ടെ. ഇതുപോലുള്ള ഒരുപാട് ടാലൻസിനെ ഈ സ്റ്റേജിൽ നിന്നവർക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നല്ലൊരു ഓണം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. എനിക്ക് തോന്നുന്നത് നമുക്ക് MG ശ്രീകുമാർ ആലപിക്കുന്ന ഒരു കൂട്ടപ്പാട്ടോടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ശ്രീ MG ശ്രീകുമാർ. മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കലവുമില്ല ചരിവുമില്ല, എല്ലോളമില്ല ഒഴിവചനം, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഓണാശംസകൾ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.